ഹലോ, നല്ല മഴയാണ്. അപ്പം മഴ കണ്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചൂട് കാപ്പിയും നല്ല വടയോ അങ്ങനെയൊക്കെ സ്നാക്സ് കഴിക്കാനൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പം ഞാനോർത്തെന്നാൽ ഇന്ന് നമുക്ക് ചൂടോടെ നല്ല ഉള്ളിവട ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം നമുക്കിന്ന് ഉള്ളിവട ഉണ്ടാക്കാൻ പോയാലോ? അപ്പോൾ എല്ലാവർക്കും ബിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് 2 സവാള, ഒരു വലിപ്പം കൂടിയ സവാളയും ഒരു ചെറിയ സവാളയും, അല്ലെങ്കിൽ 3 മീഡിയം സൈസ് സവാള എടുത്താലും മതി. പച്ചമുളക്, ഇഞ്ചിയുടെ ചെറിയ കഷ്ണം, കറിവേപ്പില, മല്ലിയില, ഇത്രയാണ് എടുക്കുന്നത്. പിന്നെ പൊടികൾ 3 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി. ഇത്രയാണ് നമ്മൾ ഇന്ന് ഇതുണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇനിയിപ്പം സവാളയൊക്കെ ഇതുപോലെ നേർത്ത് സ്ലൈസായിട്ട് അരിയണം. ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിയണം. പിന്നെ മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞ് കറിവേപ്പിലയും അരിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇപ്പം ഇഞ്ചി ഞാനിവിടെ കുറച്ച് ഇഞ്ചിയേ ഇട്ടുള്ളൂ. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കൂടുതലിടാം. ഈ സമയത്ത് വേണമെങ്കിൽ 2 കുരുമുളകും കൂടെ ഒന്ന് ചതച്ചിടാം. ഞാനതൊന്നും ഇട്ടില്ല. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂടെ ഇടണേ. ഉപ്പ് ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയുടെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഇഷ്ടമുള്ളവർ ഇച്ചിരി കൂടുതലിട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റായിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് കുഴച്ചാൽ മതി. അപ്പോൾ ആ സ്ലൈസ് ആയിട്ടുള്ള നമ്മുടെ സവാള നല്ല ഇതിൽ കിട്ടും. ഇനി ഈ സമയത്ത് നമുക്കിനി ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെടുത്ത് വെച്ച അരിപ്പൊടിയും മൈദയും പിന്നെ കടലമാവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടെല്ലാം കൂടെ കുഴയ്ക്കണം. അരിപ്പൊടി ഇച്ചിരി കൂടി നിന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയേ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്കെല്ലാം കൂടെ ഇനി നന്നായിട്ട് കുഴയ്ക്കണം. നന്നായിട്ട് കുഴച്ച് ഇതിനകത്ത് വെള്ളം ഒട്ടും ഉപയോഗിക്കത്തില്ലേ, വെള്ളം വേണ്ട. ഈ സവാളയും ഉപ്പും അതുമൊക്കെ കൂടെ നമ്മൾ കുഴച്ച് കഴിയുമ്പം അതിനകത്തുനിന്ന് തന്നെ ഒരു ഈർപ്പം, ഒരു വെള്ളം ഊർന്നു വരും. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്തിട്ട് വറക്കാനാണ്. ഇനിയിപ്പം ഇത് അടച്ച് നമുക്ക് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പം ഉള്ളിവട എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇപ്പം ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ഒരു പരുവത്തിൽ കണ്ടോ. ഇപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഊന്ന് വന്ന് നല്ല നമ്മൾ വെള്ളം ഇട്ട് കുഴയ്ക്കുന്ന പോലെ ആ പരുവായില്ലേ. ഇനി നമുക്കിത് വറക്കാം. അതിന് ഞാനൊരു ചീനിച്ചട്ടിക്കകത്ത് നമ്മുടെ വറക്കാൻ പാകത്തിന് എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുക്കുന്നത്. പിന്നെ ടേബിൾ സ്പൂണോ കപ്പൊന്നൊന്നും പറയുന്നില്ല. എത്ര വറുത്തെടുക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാകുമ്പോൾ നന്നായിട്ട് ചൂടാകണം എണ്ണ. എന്നിട്ട് നമുക്ക് കൈവെള്ളയിൽ ഇച്ചിരി വെള്ളം തേച്ച് ഇതുപോലെ എടുത്ത് ഓരോ ചെറിയ ഉരുള പോലെ ആക്കി കയ്യിലെടുത്ത് ഇതുപോലെ പരത്തി, അല്ലെങ്കിൽ ഉണ്ടയാക്കിയോ, ഓരോരുത്തരുടെ ഷേപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ പരത്തിയാണ് വറുത്തെടുക്കുന്നത്. എന്നാലേ ഒരു നല്ല ക്രിസ്മസും ആ സവാളയൊക്കെ ഒന്ന് മൊരിഞ്ഞൊക്കെ വരും. എന്നിട്ട് ഞാനിവിടെ 3 എണ്ണം ഇടുന്ന പാകത്തിനാണ് എണ്ണ ചീനിച്ചട്ടിക്കകത്ത് ഒഴിച്ചത്. അപ്പോൾ അത്രയും ചിലപ്പോൾ ചിലവർക്ക് 1 എണ്ണം വീതം മതി, ചിലവർക്ക് 4 എണ്ണം ആണെങ്കിൽ ആ രീതിയിൽ എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ വറുക്കുന്നതായിരിക്കും ടേസ്റ്റ്. എന്നിട്ട് ഇത് നമുക്കിനി വറുത്ത് ഓരോ സൈഡ് മൊരിഞ്ഞ് വരുമ്പം മറു സൈഡിലിട്ട് അങ്ങനെ വറുത്ത് കോരണം. നല്ല രസമാണ് ഇത് കഴിക്കാനും. പിന്നെ ചിലവർ നടുക്ക് കുഴിയൊക്കെ ഉഴുന്ന് വട ഉണ്ടാക്കുന്ന പോലെ ഉള്ളിവട ആ രീതിയിലും വറുത്തെടുക്കാം. പക്ഷേ ഇങ്ങനെ ടേസ്റ്റ് വേറെയാണ്. ഈ പരത്തി ഇതാക്കി വറുത്തെടുക്കുന്നതിന് ടേസ്റ്റ്, നല്ലൊരു ക്രിസ്പിനെസ്സും, അത് നമുക്ക് ചൂടോടെ കഴിക്കുന്നതാണ് വളരെ ടേസ്റ്റ്. ഇനിയിപ്പം ഇത് നല്ലൊരു ഇതിലാകുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി കളറും ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് വറുത്ത് കോരണം. കണ്ടോ, ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. എന്നിട്ട് നമുക്ക് അതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. ഞാനിവിടെ 3 സവാള, 3 അല്ല 1 എണ്ണം വലിയതും ഒരു മീഡിയം സൈസ് സവാളയ്ക്കകത്ത്
ഇത്രയും ഇതുണ്ടാക്കാൻ പറ്റി, എനിക്ക് ഉള്ളിവട ഉണ്ടാക്കാൻ പറ്റി. ഇതിന് ചായയുടെ കൂടെ വളരെ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു.